ഇപ്രാവശ്യത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം ഒരു ചരിത്ര മുഹൂർത്തമായി മാറി. അവിടെ എത്തിയ ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ സംതൃപ്തിയോടുകൂടിയാണ് അരയിറങ്ങി പോയത് എന്നുള്ളത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ചാരിതാർത്ഥ്യം നൽകുന്ന കാര്യമാണ്. അത് സാധ്യമായത് കേവലം ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനം കൊണ്ട് മാത്രമല്ല. നമുക്കറിയാം, സർക്കാർ ഇത്രയധികം മുന്നൊരുക്കം നടത്തുന്ന മറ്റൊരു ഉത്സവമില്ല എന്ന് തന്നെ പറയാം. ഏതാണ്ട് 25ഓളം ചെറുതും വലുതുമായ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒത്തൊരുമിച്ച് ചേർന്നിട്ടാണ് ഈ മഹോത്സവം സംഘടിപ്പിക്കുന്നത്. 67 ദിവസം, ഏതാണ്ട് 70 ദിവസം. മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് 2 യോഗങ്ങളാണ് സംഘടിപ്പിച്ചത്. ദേവസ്വം വകുപ്പ് മന്ത്രി നിരവധി യോഗങ്ങൾ ദർബാർ ഹാളിലും അദ്ദേഹത്തിൻ്റെ ഓഫീസുകൾക്കും മറ്റുമാണ്. മറ്റെല്ലാ വകുപ്പ് മന്ത്രിമാരും ഒന്നുകിൽ മന്ത്രിയുടെ ഓഫീസുകളിൽ വെച്ച്, അല്ലെങ്കിൽ പമ്പയിൽ വെച്ച്, വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് മറ്റെല്ലാ വകുപ്പ് മന്ത്രിമാരും അതത് ഡിപ്പാർട്ട്മെൻറ്റുകൾ അവർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ അവലോകനങ്ങളും യോഗങ്ങളും ഒക്കെ സംഘടിപ്പിച്ചു. അങ്ങനെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ 25ഓളം ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ശക്തമായ അശ്രാന്തമായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മഹോത്സവം ഗംഭീരമാക്കുവാൻ സാധിച്ചത്. എനിക്ക് തോന്നുന്നു പന്തളം മുതൽ ഏറ്റുമാനൂർ, നിലയ്ക്കൽ, ശബരിമല, സന്നിധാനം അങ്ങനെ ഉൾപ്പെടെ സമസ്ത ഉൾപ്പെടെയായി ഏതാണ്ട് 13,000ഓളം പോലീസുകാരെയാണ് നിയോഗിച്ചത് ഇത്തവണ. ഒപ്പം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെല്ലാം കൂടി ചേരുമ്പോൾ ഒരു 15,000ഓളം സർക്കാർ ഉദ്യോഗസ്ഥർ 70 ദിവസം ഞങ്ങളോടൊപ്പം, ദേവസ്വം ബോർഡിനോടൊപ്പം പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മഹോത്സവം യാതൊരു പരാതിക്കും ഇടവരാതെ നന്നായി നടപ്പിലാക്കുവാൻ സാധിച്ചത്. അതിൽ ആദ്യം തന്നെ ദൃശ്യമാധ്യമ പ്രവർത്തകർക്കുള്ള നിങ്ങളുടെ എല്ലാവരുടെയും തന്ന പിന്തുണയ്ക്ക് കൃത്യമായ നന്ദി ദേവസ്വം ബോർഡിൻ്റെതായി രേഖപ്പെടുത്തുകയാണ്. സത്യത്തിൽ ഇതൊരു കാനന ക്ഷേത്രമായിരുന്നു. എല്ലാം പെർഫെക്റ്റായി നമുക്ക് ഒരിക്കലും ഈ ഒരു കാനന ക്ഷേത്രത്തിൽ നടത്താൻ പറ്റില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വിമർശിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് സ്വാഭാവികമല്ലേ. പക്ഷെ അതൊന്നും പോലും നിങ്ങൾ ചെയ്യാതെ ഇവിടേക്കെത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാം ചെയ്യണം, ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണം, ദേവസ്വം ബോർഡിനെ കൊണ്ട്, സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു വാശിയിൽ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ഞങ്ങളോട് നേരിട്ട് പറഞ്ഞു. നിങ്ങളെല്ലാം പല ആളുകളും വിളിച്ചു, നമുക്ക് അങ്ങനെ ഉണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം അത്ര കണ്ട് പിന്തുണയാണ് ഞങ്ങൾക്ക് ദേവസ്വം ബോർഡിന് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന് കൃത്യമായ ഭാഷയിൽ ദേവസ്വം ബോർഡിൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൂട്ടായ്മയുടെ വിജയമായിട്ടാണ് ഇതെല്ലാം നടന്നത്. ഇത്തവണ 55 ലക്ഷത്തോളം, 53 ലക്ഷത്തി സംതിങ് ആണ് പറയുന്നത് പോലീസ്, പക്ഷേ 55ഓളം ലക്ഷം ആളുകൾ, ഭക്തജനങ്ങൾ അവിടേക്ക് വന്നിട്ടുണ്ടെന്നാണ് അനൗദ്യോഗികമായി നമുക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ വന്ന ഭക്തജനങ്ങളുടെ കാര്യത്തിൽ വലിയ വർധനവുണ്ടായി. ഏതാണ്ട് 5.5 ലക്ഷത്തോളം അധികം ആളുകൾ, ഭക്തജനങ്ങൾ അവിടേക്ക് വന്നിട്ടുണ്ട്. വരുമാനത്തിലും ചരിത്രപരമായ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു 4-5 കോടി, 10-15 കോടിയുടെ വർധനവൊക്കെയാണ് വരുന്നത്. പക്ഷെ ഇപ്രാവശ്യം 86 കോടി രൂപയുടെ വർധനവാണ് നമുക്ക് ശബരിമലയിലേക്ക് വന്നിരിക്കുന്നത്. അതിനനുസരിച്ച് ഞങ്ങളുടെ ചിലവ്, ഞങ്ങൾ സാധാരണഗതിയിൽ വരവ് മാത്രമേ പറയാറുള്ളൂ, ചിലവ് പറയാറില്ല. ഇപ്പോഴത്തെ ചിലവും കൂടി അങ്ങ് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് മൊത്തം ശബരിമലയിലുണ്ടായ ചിലവെന്ന് പറയുന്നത് 147 കോടി രൂപയാണ്. അതിൽ മരാമത്ത് ചെലവുകളും ദേവസ്വം ബോർഡ് ചെലവും രണ്ടും കൂടി ചേർത്താണ് നമ്മൾ എടുക്കുന്നത്. ആകെ 147 കോടി രൂപ ഈ മണ്ഡല മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന് ചെലവായി പറയാറുണ്ട്. അതിൽ മരാമത്ത് ചെലവുകൾ 44 കോടി 78 ലക്ഷം രൂപ. മരാമത്ത് പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ വിനിയോഗിച്ചത് 44 കോടി 78 ലക്ഷം രൂപയാണ്. അതുപോലെ ദേവസ്വം ചെലവ് എല്ലാം കൂടി, നമ്മുടെ ജീവനക്കാരുടെ അലവൻസ്, മറ്റ് പ്രസാദ വിതരണം എല്ലാം കൂടി ആയിട്ട് 79 കോടി 68 ലക്ഷം രൂപ. അങ്ങനെ 147 കോടി രൂപയാണ്. 79 കോടി 68 ലക്ഷം, 79.68 കോടി കോടി ഇത്രയുമാണ് നമുക്ക്. 147 കോടിയാണ് ഈ മണ്ഡല മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് നമുക്ക് ദേവസ്വം ബോർഡിന് വന്നിരിക്കുന്ന ചെലവ്. പ്ലസ് കൂടാതെ നമ്മുടെ ഈ വിശുദ്ധി സേനയ്ക്ക് ഞങ്ങളാണ് അതിലെ 1000ഓളം ആളുകൾക്ക് പത്തനംതിട്ട ജില്ലാ കളക്ടർ വഴി കാശ് കൊടുത്തത് ഞങ്ങളാണ്. 5.25 കോടി രൂപയാണ്
അത് വായിച്ചത്, 5,15 കോടി. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വരവ് എന്ന് പറയുന്നത്. 440 കോടിയാണ് ഇപ്രാവശ്യം നമുക്ക് വന്നത്. ആകെ വരവായി വന്നത് 440 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം അത് 354 കോടി രൂപയായിരുന്നു. അപ്പോൾ 86 കോടി രൂപയുടെ അധിക വരുമാനമാണ് ഇത്തവണ ഉള്ളത്. അത് ചരിത്രമാണ്. ശബരിമലയ്ക്ക് എത്തിയ ഭക്തജനങ്ങളുടെ കാര്യത്തിലും എണ്ണത്തിൻ്റെ കാര്യത്തിലും വരുമാനത്തിൻ്റെ കാര്യത്തിലും ചരിത്രമായി മാറിയിരിക്കുകയാണ്. അരവണയിലാണ് ഏറ്റവും കൂടുതൽ വരുമാനം നമുക്ക് വന്നത്. 191 കോടി രൂപയാണ് ആകെ വിട്ടുവരവ്. 191 കോടി രൂപ. കഴിഞ്ഞ പ്രാവശ്യം 147 കോടി രൂപയായിരുന്നു. 147 ആയിരുന്നു. ഏതാണ്ട് അരവണയിൽ മാത്രം 44 കോടി രൂപയുടെ അധിക വരുമാനം നമുക്ക് വന്നിട്ടുണ്ട്. അരവണയിൽ മാത്രം. കാണിക്ക ഇനത്തിൽ 126 കോടി രൂപ വരുമാനമായി ലഭിച്ചു. 126 കോടി രൂപ. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 17 കോടി രൂപ കാണിക്ക ഇനത്തിൽ അധികം ലഭിച്ചു. ഇപ്രാവശ്യം 126 കോടി രൂപ. 17 കോടി രൂപ അധികമായി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കാണിക്ക ഇനത്തിൽ കിട്ടി. അതെ. അപ്പം വിറ്റുവിരവിൽ നമുക്ക് 3 കോടി രൂപയുടെ അധിക വരുമാനമാണ് വന്നിരിക്കുന്നത്. 3 കോടി രൂപയുടെ അധിക വരുമാനം. അതെ. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായും നമുക്ക് വരുമാനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് വന്നിരിക്കുന്നത്.